Hey everybody, welcome back to the classes. Thank you so much for joining. നമ്മുടെ ചാനലിലെ 21ാമത്തെ ക്ലാസ് ആണ് അല്ലേ? സ്പോക്കൺ ഇംഗ്ലീഷിന്റെ 10ാമത്തെ ക്ലാസ് ആണ്. അതേപോലെ നമ്മൾ ജനറൽ ഇംഗ്ലീഷിലും 10 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് യാത്രയിൽ ആവശ്യം വരുന്ന ഇംഗ്ലീഷാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സെഷനിൽ നോക്കിയത് അല്ലേ? അതിൻ്റെ പാർട്ട് 2 ആണ്. ഞാൻ പറഞ്ഞിരുന്നു പാർട്ട് 1 എന്ന് പറയുന്നത് യാത്രയിൽ ആവശ്യം വരുന്ന ചില വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ യാത്രയിൽ ആവശ്യം വരുന്ന ചില കോൺവെർസേഷണൽ ഇംഗ്ലീഷാണ്. അതായത് പല കാര്യങ്ങളും നമുക്ക് യാത്രയിൽ ചോദിക്കേണ്ടി വരും അല്ലേ? ബസ് പോയോ, ഇവിടെ ടോയ്ലറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ മെയിൻ എൻട്രൻസ് എവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ ടാക്സി കിട്ടുമോ, ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് യാത്രയിൽ ചോദിക്കേണ്ടി വരും. സോ അത്തരം കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ചെയ്യുന്നത് വെറും ഒരു യൂട്യൂബ് വീഡിയോ അല്ല, ഇതൊരു കോഴ്സാണ്. ജനറൽ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയൊരു കോഴ്സാണ്. സോ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അതുപോലെ മുമ്പ് വേണ്ട രീതിയിൽ പഠിക്കാൻ കഴിയാതെ ഇനി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് വരുന്ന ആളുകൾ നമ്മുടെ ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ ഈ ഐ ബട്ടണിൽ ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് ആ ക്ലാസ്സുകൾ കാണുക. ഇനി ഇതിൻ്റെ പാർട്ട് 1 കാണാത്ത ആളുകൾക്ക് ഞാനത് മേലെ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇംഗ്ലീഷ് ഫോർ ട്രാവലിംഗ് എന്ന പാർട്ടിൻ്റെ പാർട്ട് 1 കാണുക. അതിൽ കുറേ വേർഡ്സ് നമ്മൾ യാത്രയിൽ ആവശ്യം വരുന്ന പല വേർഡ്സും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു പേനയും പേപ്പറും ആയിട്ട് വേണം നമ്മുടെ ക്ലാസ് കണ്ടിരിക്കാൻ. അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എടുത്തോളണം. ഇനി അതല്ല, നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓരോ വീഡിയോ കഴിഞ്ഞാലും ആ വീഡിയോയിൽ പറഞ്ഞ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്, അവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്ന ചില ടാസ്കുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നോട്ട്സ് എന്നൊന്ന് അയച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇനി ആർക്കെങ്കിലും പേഴ്സണൽ ട്രെയിനിങ് ആവശ്യം, ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ സംസാരിക്കാനൊരു ധൈര്യമില്ല, അല്ലെങ്കിൽ സംസാരിച്ച് പരിചയമില്ല, സോ സംസാരിച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ ട്രെയിനിങ് എന്നൊന്ന് അടിച്ചിട്ടാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് വൺസ് അഗെയിൻ. So today we are going to have a quick look on English for traveling. Sometimes we will have to travel to a place where we have never been to, right? So in such situations we will have to ask a lot of things. We will have to find directions, we will have to find locations, we will have to call a taxi, we will have to order food, or we will have to check into a hotel, stuff like that. Such type